ഹലോ, വിച്ചൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ആതിര. തലേന്നൊന്ന് വിചാരിക്കും, പിറ്റേന്ന് നടക്കുന്നത് വേറെയാണ്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എന്നൊരു പ്ലാനിലൂടെയാണ് ഞാൻ രാത്രി കിടന്നുറങ്ങിയത്. രാവിലെ എഴുന്നേൽക്കാൻ 5 മണിക്ക് അലാറം വെച്ചെങ്കിലും 5 മണിക്കത്തെ അലാറം ഓഫ് ചെയ്തിട്ട് 6 മണി വരെ കിടന്നുറങ്ങി. 6 മണി കഴിഞ്ഞ് വീഡിയോ എടുക്കേണ്ടത് കൊണ്ട് 6 മണി കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റ് രാവിലെ എഴുന്നേറ്റ ഉടൻ തന്നെ ഞാൻ അരി അടപ്പയിലിടാനായിട്ട് എഴുന്നേറ്റു. എൻ്റെ രാവിലത്തെ ബ്രഷും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അരി അടപ്പയിടാനായിട്ട് പോയത്. അരി അടപ്പയിലിട്ടതിന് ശേഷം പിന്നെ തലേന്ന് ഞാൻ ഇഡലിക്ക് മാവ് അരച്ചു വെച്ചിരുന്നു. അത് ഇഡലി തട്ടിലേക്ക് കോരി ഒഴിച്ച് അത് അടപ്പയിലോട്ട് വെക്കാം എന്ന് കരുതി രാവിലെ അതിനായിട്ട് നിന്നു. ഇഡലി കോരി ഒഴിച്ച സമയം കൊണ്ട് ഞാൻ സാമ്പാർ ആക്കിയിരുന്നു. മലക്കറികളൊന്നും ഇല്ലാത്തതുകൊണ്ട് സാമ്പാർ ഒരു തട്ടിക്കൂട്ട് സാമ്പാറായിരുന്നു. ഒരു കിഴങ്ങും ഒരു തക്കാളിയും 2 സവാളയും മാത്രമുള്ളൊരു സാമ്പാർ. ഇഡലി മാവ് കോരി ഒഴിച്ചതിന് ശേഷം സാമ്പാർ പരുവത്തിനാക്കി ആവശ്യാനുസരണം വെള്ളവും ചേർത്ത് സാമ്പാർ അടപ്പയിലേക്ക് കടുക് വറുത്തൊഴിക്കാനായിട്ട് ഒന്ന് തിളപ്പിച്ച് വെക്കാം. തിളപ്പിച്ചതിന് ശേഷം കടുക് വറുത്ത് അതിനകത്തേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുത്തു. ഉപ്പ് പാകത്തിനെല്ലാം ചേർത്ത് പരുവാക്കി. മക്കൾ എണ്ണീറ്റില്ല. മക്കൾ എണ്ണീക്കുന്നതിന് മുമ്പ് വേണം ഇതെല്ലാം ചെയ്യാൻ. ഇല്ലെങ്കിൽ വീഡിയോ എടുക്കുന്നത് കൊണ്ട് മുമ്പിൽ തന്നെ വന്നിന്ന് നോക്കി നിൽക്കും. അങ്ങനെ സാമ്പാറിന് കടുക് വറുത്തതിന് ശേഷം ഞാൻ നേരെ പോയത് തുണി കഴുവാനായിരുന്നു. തുണി കഴുകുന്നതെന്ന് പറയുന്നത് ഭയങ്കര ജോലിയുള്ളൊരു കാര്യമായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഏറ്റവും വലിയ ജോലിയാണ് തുണി കഴുകുന്നത്. അതോ ഭയങ്കര വെയിലും ഉള്ള ഒരു സ്ഥലമാണ് ഞങ്ങളുടെ തുണി കഴുകുന്ന കല്ല് നിൽക്കുന്നത്. ഈ തുണി 8 മണിക്ക് ശേഷം കഴുകിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് കരിയേണ്ടി വരും. അതുകൊണ്ട് നേരത്തെ തന്നെ തുണി കഴുകിടാനായിട്ട് ഞാൻ പോയി. പിന്നെ കഴുകിയ തുണി മേളിൽ കൊണ്ടുവന്ന് നൂത്ത് ഇടുമ്പോൾ എൻ്റെ മോൻ വന്നിരുന്ന ക്യാമറയിൽ ശരിയാണോ അമ്മേ, ശരിയായിട്ടല്ല അമ്മേ, അമ്മ സൈഡിലോട്ടാ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ ക്യാമറ ഇട്ട് തിരിക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നീട് ക്യാമറ താത്തു കൊണ്ട് വെച്ചിട്ട് എൻ്റെ മോൻ തന്നെയാണ് മുൻപ് ഇറങ്ങി വരുന്നത്. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ വീട് മൊത്തം ഒന്ന് അടിച്ച് തൂത്തുവാരി ഇട്ടിട്ട് ബാക്കിയുള്ള പരിപാടിയിലേക്ക് ഇറങ്ങാം എന്ന് വിചാരിച്ചു. രാവിലെ ഇന്നത് പ്ലാനിങ് ഒന്നുമില്ല, ഇന്നത് ചെയ്യണം, ഇന്നത് കാര്യങ്ങൾ നടത്തണം എന്നുള്ള പ്ലാനിങ് ഒന്നും പോയിട്ടല്ല ഞാൻ രാവിലെ. പിന്നൊരു വീഡിയോ എടുക്കണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഡേ ഇൻ മൈ ലൈഫ് ഒരുപാട് വീഡിയോസിൽ കാണുന്നത് കൊണ്ട് തന്നെ ആ വീഡിയോകളെല്ലാം കാണുമ്പോൾ തന്നെ നമുക്കും ഇതേപോലെ ഒന്ന് ചെയ്യണം. എനിക്ക് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോകളായാലും ഓരോ ആളുകളുടെ വീഡിയോകൾ കാണുമ്പോൾ അവർ ചെയ്യുന്നത് കാണുമ്പോൾ അവർക്ക് ഓരോ കണ്ടൻറ്റ് ഒപ്പിക്കാൻ വേണ്ടി അവരോരോന്നും ചെയ്യുമ്പോൾ അവരുടെ വീട്ടിലെ കാര്യങ്ങളും എല്ലാ രീതിയിലും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിൽ ഒരു ക്ലീനിങ് ഇതാണ് അവർ ഇടുന്നത്. വീഡിയോയിൽ ക്ലീനിങ്ങിൻ്റെ ഇടുന്നതെങ്കിൽ ആ വീട് നല്ലതുപോലെ ക്ലീൻ ആവുന്നുണ്ട്. ആ വീഡിയോയ്ക്ക് വേണ്ടി അവർ ചെയ്യുന്നതെങ്കിലും ആ വീട് ക്ലീൻ ആവുന്നുണ്ട്. അപ്പം ഞാനും കരുതി ഞാനും അങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി ക്ലീൻ ചെയ്യാമെങ്കിൽ എൻ്റെ വീടും വൃത്തിയാകും, ഒരു വീഡിയോ ആകും. അപ്പോൾ എൻ്റെ ഒരു മടിയും മാറിക്കിട്ടും. അപ്പം നമ്മുടെ വീടിനും നല്ലൊരു അനക്കം കിട്ടുമല്ലോ എന്ന് കരുതി. അപ്പോൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആഹാരം കഴിച്ചു. രാവിലത്തെ ഇഡലി സാമ്പാറും കഴിച്ചു, മോന് കൊടുത്തു. അതിനുശേഷം പിന്നെ ഇച്ചിരി വൃത്തിയാക്കൽ പരിപാടികളൊക്കെ നടത്തിയതിനൊക്കെ നടന്നില്ല. ഞാൻ പറഞ്ഞല്ലോ ഒരു മടിയായിരുന്നു എന്ന്. പിന്നെ ഉച്ചക്കത്തെ ആഹാരവും കഴിച്ച് പോയത് ചിറ്റുമല ദേവീക്ഷേത്രത്തിൽ നമ്മുടെ വെള്ളപ്പറം ആയിരുന്നു. അപ്പോൾ വെള്ളപ്പറ കാണാൻ പോയി. ആ വെള്ളപ്പറ കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വെള്ളപ്പറ ഷൂട്ട് ചെയ്യാമെന്നും പറഞ്ഞാൽ പോയത്. അവിടെ ചെന്നപ്പോൾ നല്ല അടിപൊളി കയ്യോട്ടിക്കളികൾ നടക്കുന്നു. നമ്മളെ താഴെ കാവിൽ നിന്നും ഈ കുതിരകളെല്ലാം മേളിൽ കൊണ്ടുവന്ന് ദേവിയുടെ ചുറ്റും വലം വെക്കുന്ന ദൃശ്യമാണിപ്പോൾ കാണുന്നത്. ഞാൻ കൈകൊട്ടിക്കളിയുടെ കൂടെ ആയതുകൊണ്ട് എനിക്ക് നല്ല വീഡിയോകളൊന്നും എടുക്കാൻ പറ്റില്ല. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉണ്ടാകുന്നത് കൊണ്ടാണ് ഞാൻ ആ വീഡിയോകളെല്ലാം സ്പീഡിലിടുകയാണ്.
എല്ലാവർക്കും ഈ വീഡിയോ ഇന്നത്തെ എൻ്റെ ദിവസം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു എങ്കിലും ഇന്നത്തെ എൻ്റെ ഒരു ദിവസം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.